സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. 70ഓളം വേക്കൻസികളുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, എന്തൊക്കെയാണ് പോസ്റ്റുകൾ, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഡേ ബൈ ഡേ എല്ലാ ദിവസവും ജോബ് ന്യൂസുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നമുക്കറിയാം ഇന്ത്യൻ തീര സംരക്ഷണ സേന എന്ന് പറയും. ആ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നമ്മുടെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നത് ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. ആ കോസ്റ്റ് ഗാർഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബാച്ച് 2025 ബാച്ചിലേക്കാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഫെബ്രുവരി 19 തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാർച്ച് 6 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള joinIndianCoastGuard.cdac.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഒക്കെ ഒന്ന് നോക്കാം. യോഗ്യതകൾ നോക്കുമ്പോൾ ഒന്നാമത്തേത് ജനറൽ ഡ്യൂട്ടി എന്നുള്ള ഈ പോസ്റ്റിലേക്ക് ഏജ് വരുന്നത് 21 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ 1 ജൂലൈ 2024 അടിസ്ഥാനത്തിലാണ് പ്രായം കണക്കാക്കുക. അതായത് നിങ്ങൾ 1 ജൂലൈ 1999 30 ജൂൺ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ആ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ആ 2 ഡേറ്റിൻ്റെ ഉള്ളിൽ പെട്ടവരാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നീടെന്ന് വെച്ചാൽ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ നിയമം അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷുഡ് ഹോൾഡ്, നിങ്ങൾക്ക് അതിൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷന് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. 60% മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ +2 തലത്തിൽ നിങ്ങൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇവ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. 55% മാർക്ക് എന്തെങ്കിലും നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പോസ്റ്റാണ് ടെക്നിക്കൽ പോസ്റ്റ്. അതും പ്രായം വരുന്നത് 21 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ്. അതായത് നിങ്ങൾ 1 ജൂലൈ 1999 30 ജൂൺ 2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പിന്നീട് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ ടെക്നിക്കൽ മെക്കാനിക്കലാണ്. നിങ്ങൾ എൻജിനീയറിങ്ങിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ, അല്ലെങ്കിൽ മറൈന്, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, അല്ലെങ്കിൽ മെക്കട്രോണിക്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ മെറ്റലർജി, അല്ലെങ്കിൽ ഡിസൈന്, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, അല്ലെങ്കിൽ എയറോസ്പേസ്, ഇങ്ങനെയുള്ള ഡിഗ്രി, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടിയിരിക്കണം 60% മാർക്കോട് കൂടി. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അടുത്തതാണ്, അതും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. പ്രായം സെയിം തന്നെ, 21 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൽ എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പ്രധാനമായിട്ടും ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സോ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനോ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ, അങ്ങനെ ഇലക്ട്രിക്കൽ ആ ബാങ്കിലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഈ 3 പോസ്റ്റുകളാണ് ഇതിൻ്റെ യോഗ്യതകളും കാര്യങ്ങളൊക്കെ വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ 3 പോസ്റ്റിലേക്കും പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് നോക്കുമ്പോൾ മൊത്തം 70 വേക്കൻസിയാണുള്ളത്. SCക്ക് 11 വേക്കൻസി, STക്ക് 9 വേക്കൻസി, OBCക്ക് 26 വേക്കൻസി, EWSന് 2 വേക്കൻസി, അൺറിസർവ്ഡിന് 22 വേക്കൻസി, അങ്ങനെ എല്ലാം അടക്കം 70 വേക്കൻസിയാണ് വരുന്നത്. പിന്നീട് ഇതിൽ നോക്കേണ്ട കാര്യം ഇതിലേക്കുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. സെലക്ഷൻ പ്രൊസീജിയർ ഒരു 5 ഘട്ടമായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഒന്നാമത്തെ ഘട്ടം ഫസ്റ്റ് സ്റ്റേജ് MCQ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ്റെ സിലബസ് ഇംഗ്ലീഷ് 25 മാർക്ക്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 25 മാർക്ക്, ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, ജനറൽ നോളേജ് 25 മാർക്ക്, അങ്ങനെ 2 മണിക്കൂറത്തെ എക്സാമാണ് നടക്കുക.
അതിനുശേഷം ഒരു എന്താണ് നോർമലൈസേഷനൊക്കെ ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ആവും. കാൻഡിഡേറ്റ് സെലക്ട് ആവുന്നവർക്ക് എക്സാമിനേഷനൊക്കെ ഉണ്ടാവുക ഇവിടെ വെച്ചിട്ടായിരിക്കും. നോയിഡ, മുംബൈ, ഗോവ, ചെന്നൈ, കൊൽക്കത്ത സെൻറ്റേഴ്സിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. ബാക്കി ആ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ. പിന്നീട് എന്താണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അലോട്ട്മെൻറ്റ് ഓഫ് സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് സ്റ്റേജ് 3 ഉണ്ടാവും. ഫൈനൽ സെലക്ഷൻ ബോർഡ് എന്ന് പറയുക. സ്റ്റേജ് 3 അത് എക്സാമിനേഷൻ തന്നെയാണ്. പിന്നെ സ്റ്റേജ് 4 മെഡിക്കൽ എക്സാമിനേഷനാണ്. പിന്നെ സ്റ്റേജ് 5 ഇൻഡക്ഷൻ. ഇതുമായിട്ട് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻഡക്ഷൻ. അതും കഴിഞ്ഞാലാണ് ആ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുക. സ്റ്റേജ് 1ഉം സ്റ്റേജ് 3 കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് INA. സ്റ്റേജ് 1 തൊട്ട് സ്റ്റേജ് 3 കാൻഡിഡേറ്റ്സ് വരെ എന്താണ് INA എയിമല, നമ്മളെ കണ്ണൂരുള്ള എയിമലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അവിടെ നിന്നായിരിക്കും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് ഡിക്ലറേഷനാണ്. ഓക്കെ. അതോടുകൂടി ആരൊക്കെയാണോ അവർക്ക് സെലക്ഷനാവും. ഇതൊരു കോഴ്സായിട്ടാണ്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. അങ്ങനെയാണ് ഇതിലേക്കുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. പിന്നീട് നമുക്കിനി ഇതിൽ നോക്കാനുള്ളത് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീസാണ്. 300 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ബാക്കി എല്ലാവരും 300 രൂപ ഫീസ് അടയ്ക്കണം. SC/ST കാൻഡിഡേറ്റ്സ് ഫീസ് വരുന്നില്ല. പിന്നീട് ഇതെന്ന് വെച്ചാൽ ട്രാവൽ എക്സ്പെൻസൊക്കെ സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 ട്രാവൽ എക്സ്പെൻസുകൾ SC/ST കാൻഡിഡേറ്റ്സിന് കിട്ടുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുത്താൽ എത്രയാണ് ചിലവായിട്ടുള്ളത് ആ ചിലവ് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതാണ് SC/ST കാൻഡിഡേറ്റ്സിന്. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 എക്സാമിനേഷന് പോകാനുള്ള യാത്രാക്കൂലി SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. ഓക്കെ. എക്സാമിനേഷൻ സിറ്റി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5 സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണെന്ന് ചോയ്സ് കൊടുക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അതിൽ വരുന്ന ആപ്ലിക്കേഷൻസിനനുസരിച്ചായിരിക്കും സിറ്റി നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ. എന്തായാലും ഓൾ ഓവർ ഇന്ത്യ എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. ഏതൊക്കെ സിറ്റികളാണെന്നുള്ളതിൽ പറയുന്നില്ല. ഇതിൻ്റെ സ്റ്റേജ് 1 എക്സാമിനേഷൻ ഏപ്രിൽ 24 നടക്കുക. സ്റ്റേജ് 2 എക്സാമിനേഷൻ മെയ് 24, സ്റ്റേജ് 3 ജൂൺ ആഗസ്റ്റ് 24, സ്റ്റേജ് 4 ജൂൺ നവംബർ 24. 24 എന്നുള്ളത് ഇയറാണ് കേട്ടോ. ഏപ്രിൽ സ്റ്റേജ് 1 ഏപ്രിൽ, സ്റ്റേജ് 2 മെയ്യിൽ, സ്റ്റേജ് 3 ജൂൺ ഓഗസ്റ്റിൽ, സ്റ്റേജ് 4 പ്രതീക്ഷിക്കുന്നത് ജൂൺ ടു നവംബർ മാസങ്ങളാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേജ് 5 അത് ഈ വർഷം ഡിസംബറിൽ നടക്കുക. ഏകദേശം ഈ വർഷം കൊണ്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. എന്തായാലും ഡിഗ്രി കഴിഞ്ഞവർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ നല്ല അവസരമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ. നമ്മളെന്തായാലും ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട്. നമ്മളെ കമൻറ്റും അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.